എവ്രിവൺ. ആർമി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇൻഫാൻട്രി ബറ്റാലിയൻ അഥവാ ടെറിട്ടോറിയൽ ആർമിയുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യവും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും വേക്കൻസീസ് നമുക്ക് നോക്കാം. സോൾജിയർ ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 1372 വേക്കൻസീസ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. പിന്നെ സോൾജിയർ ക്ലർക്ക് 7 വേക്കൻസീസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ സോൾജിയർ ഷെഫ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണെങ്കിൽ 19 വേക്കൻസീസ് ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോൾജിയർ മെസ് കുക്ക്, സ്റ്റിവാർഡ്, ആർട്ടിസൺ, വുഡ് വർക്ക്, ടൈലർ, വാഷർമാൻ, അതുപോലെ തന്നെ ചെഫ്, സ്പെഷ്യൽ ആർട്ടിസൺ, മെറ്റലർജി, ഹെയർ ഡ്രസ്സർ, ഹൗസ് കീപ്പർ, ഇവർക്കെല്ലാം 2, 3, 5 അങ്ങനെ ചെറിയ ചെറിയ വേക്കൻസീസ് ആയിട്ട് എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പം ഇനി ഓരോന്നിന്റെയും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 42 വയസ്സ് വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. ഇതിൽ ഏജ് ലിമിറ്റ് ഇത്രയും കൂടുതലായിട്ട് അവർ തന്നിട്ടുണ്ട്. 42 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം തന്നെ സോൾജിയർ ജനറൽ ഡ്യൂട്ടിയിലുള്ളവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഇപ്പൊ 10th പാസ് ആയിരിക്കണം വിത്ത് 45% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. ടോട്ടൽ ഒരു 45% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 33% ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രേഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ബോർഡ് ആണെങ്കിൽ ഡി ഗ്രേഡ് ആയിരിക്കണം മിനിമം വേണ്ടത്. അതുപോലെ തന്നെ 45% അഗ്രിഗേറ്റ് വിത്ത് C2 ഗ്രേഡ്. അപ്പൊ അഗ്രിഗേറ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് C2 ആയിരിക്കണം. ഇതൊക്കെയാണ് സോൾജിയർ ജനറൽ ഡ്യൂട്ടിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത സോൾജിയർ ക്ലർക്ക് +2 പാസ് ആണ് പറയുന്നത് വിത്ത് 60% മാർക്സ് ഇൻ അഗ്രിഗേറ്റ്. ഓവറോൾ 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും മിനിമം 50% ആണ് മാർക്ക് പറയുന്നത്. അത് മാത്രമല്ല ഇംഗ്ലീഷ്, മാത്സ്, അക്കൗണ്ട്സ് ഓർ ബുക്ക് കീപ്പിംഗ് ഇത് തുടങ്ങിയ സബ്ജക്ട്സ് ആണെങ്കിൽ 50% മാർക്ക് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അതാണ് സോൾജിയർ ക്ലർക്കിന്റെ കാര്യത്തിലുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സോൾജിയർ ട്രേഡ്സ്മാൻ. ഇവിടെ ഓൾ ട്രേഡ്സ്മെൻ എക്സെപ്റ്റ് ഹൗസ് കീപ്പർ ആൻഡ് മെസ് കീപ്പർ. ഹൗസ് കീപ്പറും മെസ് കീപ്പറും ഒഴികെയുള്ള ബാക്കി എല്ലാ ട്രേഡ്സ്മെന്റിനെയാണ് പറയുന്നത്. ക്ലാസ് 10th പാസ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഓരോ സബ്ജക്റ്റിനും 33% മിനിമം സ്കോർ ചെയ്തിരിക്കണം. അടുത്തത് സോൾജിയർ ട്രേഡ്സ്മാൻ ഹൗസ് കീപ്പറും മെസ് കീപ്പറും ആണ്. ഇതിലാണ് ഷെഫ് ഒക്കെ വരുന്നത്. അപ്പൊ ഇതില് ക്ലാസ് 8th പാസ് ആയിരിക്കണം. 8ാം ക്ലാസ് പാസ് ആയിരിക്കണം. ഇവിടെയും അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല. പക്ഷേ ഓരോ സബ്ജക്റ്റിനും മിനിമം 33% മാർക്ക് സെക്യൂർ ചെയ്തവരായിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് 160 സെന്റിമീറ്റർ ആയിരിക്കണം. ഇൻ കേസ് ഓഫ് ഏതെങ്കിലും ഒക്കെ ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്നവരാണെങ്കിൽ, ഇതിൽ പറയുന്നുണ്ട് സിക്കിം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര, മിസോറം, മേഘാലയ, ആസാം ആൻഡ് ഹിൽ റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇവിടെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ് പറയുന്നത്. അടുത്തത് ചെസ്റ്റിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് പൊസിഷനിലാണെങ്കിൽ 77 സെന്റിമീറ്ററും അതുപോലെ എക്സ്പാൻഡഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് 82 സെന്റിമീറ്ററും ആയിരിക്കണം. അടുത്തത് വെയിറ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഹൈറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. നിങ്ങളുടെ BMI കറക്റ്റ് ആയിരിക്കണം ആസ് പെർ ആർമി മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പൊ അത് പ്രകാരം കറക്റ്റ് പ്രൊപ്പോർഷനുള്ള ഹൈറ്റും വെയിറ്റും ആയിരിക്കണം. അടുത്തത് റിലാക്സേഷൻ നമുക്ക് നോക്കാം. സൺ ഓഫ് എക്സ് സർവീസ്മെൻ, വാർ വിഡോ ആൻഡ് വിഡോ ഓഫ് എക്സ് സർവീസ്മെൻ, അഡോപ്റ്റഡ് സൺ ഓർ സൺ ഓഫ് എ വാർ വിഡോ. അപ്പം ഇതിൽ പെടുന്നവർക്കെല്ലാം ഹൈറ്റ് റിലാക്സേഷൻ 2 സെന്റിമീറ്റർ ആണ്. വെയിറ്റ് റിലാക്സേഷൻ 2 സെന്റിമീറ്റർ വരുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ 1 സെന്റിമീറ്റർ റിലാക്സേഷൻ വരുന്നുണ്ട്. അടുത്തത് നിങ്ങൾ ഏതെങ്കിലും ഒക്കെ സ്പോർട്സ് വിഭാഗത്തിൽ ഇന്റർനാഷണലോ നാഷണലോ സ്റ്റേറ്റ് ലെവലോ റെപ്രസെന്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് റിലാക്സേഷൻ 3 സെന്റിമീറ്റർ വരുന്നുണ്ട്. വെയിറ്റും 3 സെന്റിമീറ്റർ, അതുപോലെ ചെസ്റ്റും 3 സെന്റിമീറ്റർ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അടുത്തത് ടാറ്റൂസ്. അപ്പൊ ടാറ്റൂസിന്റെ കാര്യത്തിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല കൺസെഷൻ ടാറ്റൂലുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ട്രൈബൽ ഏരിയാസിൽ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. അപ്പൊ ടാറ്റു ട്രൈബൽ ഗ്രൂപ്പിൽ പെടുന്നവർക്ക് പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സെൽഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത്. അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് ബിലോങ്ങിങ് ടു എ ട്രൈബൽ കമ്മ്യൂണിറ്റി ആൻഡ് പെർമിസിബിലിറ്റി ഓഫ് പെർമനന്റ് ബോഡി ടാറ്റു
അത് സൈൻ ചെയ്തിരിക്കണം. ഡിസ്ട്രിക്ട് കളക്ടറോ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ഒക്കെ സൈൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ഇനി ട്രൈബൽ ഗ്രൂപ്പിൽ പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടാറ്റു കൺസെഷൻ എന്ന് പറയുന്നത് റിലീജിയസ് സിമ്പിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ റിലീജിയസ് സെന്റിമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ടാറ്റൂസ് ആണ് നിങ്ങൾ അടിച്ചിട്ടുള്ളതെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്, നമ്മുടെ ഏത് കയ്യിലാണോ അടിക്കുന്നത്, കയ്യിലാണെങ്കിൽ കൈയുടെ ഇന്നർ ഫേസിലായിരിക്കണം, ഉൾഭാഗത്തായിരിക്കണം അടിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എന്താ പറയാ, വേറെ ഏതെങ്കിലുമൊക്കെ ഭാഗത്താണ് ടാറ്റു ഉള്ളതെങ്കിൽ അത് പെർമിറ്റബിൾ അല്ല. ഈ ഒരു ഇന്നർ ഫേസ് ഓഫ് ദ ഫോർ ആംസ് അല്ലെങ്കിൽ ഫ്രം സൈഡ് ഓഫ് ദ എൽബോ ടു ദ റിസ്റ്റ് ആൻഡ് ഓൺ ദ റിവേഴ്സ് സൈഡ് ഓഫ് ദ പാം, അപ്പൊ ഈ ഒരു ഭാഗത്താണ് നിങ്ങൾക്ക് ടാറ്റു അടിക്കാം എന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ട്രൈബിൽ പെടാത്ത ആൾക്കാർക്ക്, ട്രൈബിൽ ഉള്ളവർക്കാണെങ്കിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അത് 100 മാർക്കിന്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വരുന്ന കണ്ടന്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 മൈൽ റൺ ഉണ്ടാവും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് 1 മൈൽ ഓടുന്നതിന്റെ ടൈം ഇവർ പറയുന്നത് 5 മിനിറ്റ് 30 സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഒരു സെക്കൻഡിനുള്ളിൽ ഓടി 1 മൈൽ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് 60 മാർക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡ് വരെയാണ് എടുക്കുന്നതെങ്കിൽ 40 മാർക്കും. ഇനി 5 മിനിറ്റ് 46 സെക്കൻഡിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടും കാണും. അതുപോലെ തന്നെ 31 മുതൽ 42 വരെ വയസ്സുള്ളവർക്ക് 6 മിനിറ്റ് 15 സെക്കൻഡ് ആണ് ടൈം പറയുന്നത്. അപ്പൊ അവിടെ 60 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അടുത്തത് 6 മിനിറ്റ് 16 സെക്കൻഡ് മുതൽ 6 മിനിറ്റ് 30 സെക്കൻഡ് വരെ ആണെങ്കിൽ 40 മാർക്കും. അതുപോലെ 6 മിനിറ്റ് 31 സെക്കൻഡും അതിൽ കൂടുതലും ആണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടും കണക്കാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് പുള്ളപ്സ് ആണ്. ഇവിടെ പുള്ളപ്സ് 10 അതിലധികമോ പുള്ളപ്സ് എടുക്കുന്നവർക്കാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മാർക്ക് 40 ആണ്. അതിന് 31 മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണെങ്കിൽ 9 അതിൽ കൂടുതലോ പുള്ളപ്സിനോ 40 മാർക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അത് കുറയും തോറും നിങ്ങളുടെ മാർക്ക് ഇതേ ഇങ്ങനെ കുറഞ്ഞു വരും. ഇവിടെ 18 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 5 അതിൽ താഴെയോ പുള്ളപ്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഫെയിൽ ആയിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ 31 മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണെങ്കിൽ 4 അതിൽ കുറവാണെങ്കിൽ ഫെയിൽ ആയിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ. അടുത്തത് റിട്ടൺ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പം ഈ ഫിസിക്കലിലും മെഡിക്കൽ എക്സാമിനേഷനിലും പാസ് ആയിട്ടുള്ളവർക്ക് പിന്നീട് ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ബൈലിംഗ്വൽ ആയിരിക്കും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സാമിനേഷൻ ലെവൽ എന്ന് പറയുന്നത് റിട്ടൺ എക്സാമിനേഷൻ വുഡ് കൺസിസ്റ്റ് ഓഫ് 1 പേപ്പർ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് 2 hours ഡ്യൂറേഷൻ ആയിരിക്കും. അത് 10th ക്വാളിഫിക്കേഷൻ പറയുന്നവർക്കും 10th +2 ക്വാളിഫിക്കേഷൻ പറയുന്നവർക്കും 8th ക്വാളിഫിക്കേഷൻ പറയുന്നവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ മാർക്സ് അതിന്റെ സിലബസും ഓരോന്നിന്നും എത്ര ക്വസ്റ്റ്യനും മാർക്കും ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ സോൾജർ ജനറൽ ഡ്യൂട്ടി 10th പാസിന്റെ ആണ് നോക്കുന്നത്. ഇവിടെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് 40 മാർക്കായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ജനറൽ സയൻസ് 15 ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് 30 മാർക്ക്. ജനറൽ മാത്സ് എന്ന് പറയുന്നത് 15 ക്വസ്റ്റ്യൻ 30 മാർക്ക് 2 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ 100 മാർക്കിനായിരിക്കും. ഇതിൽ നിങ്ങളുടെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 32 ആയിരിക്കണം. അപ്പൊ ഈ 100 മാർക്കിൽ 32 മാർക്ക് മാത്രം നേടിയാൽ മതി ഈ ഒരു എക്സാം പാസ് ആവണമെങ്കിൽ. അടുത്തത് സോൾജർ ട്രേഡ്സ്മാൻ 10th പാസ് ആണെങ്കിൽ ജനറൽ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് 20 ക്വസ്റ്റ്യൻ ആണ്, മാർക്സ് 40. അവിടെയും 2 മാർക്ക് വെച്ചിട്ടാണ്. ജനറൽ സയൻസ് 15 ക്വസ്റ്റ്യൻ 30 മാർക്ക്. മാത്സ് ആണെങ്കിൽ 15 ക്വസ്റ്റ്യൻ 30 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അവിടെയും 32 മാർക്കാണ് മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത്. അടുത്തത് സോൾജർ ട്രേഡ്സ്മാൻ ആണെങ്കിലും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. അപ്പം സെയിം ഇവിടുത്തെ പോലെ തന്നെയാണ്, പാസ് മാർക്ക് 32. അടുത്തത് സോൾജർ ക്ലർക്ക് ആണെങ്കിൽ ജനറൽ നോളജ് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 മാർക്കിന്. പിന്നെ ജനറൽ സയൻസ് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും 10 മാർക്കിന്. മാത്സ് 10 ക്വസ്റ്റ്യൻ 20 മാർക്കിന്. മാത്സിനാണ് കുറച്ചും കൂടെ അവിടെ വെയിറ്റേജ് വരുന്നത്. അടുത്ത കമ്പ്യൂട്ടർ സയൻസിന് 5 ക്വസ്റ്റ്യൻ 10 മാർക്കിന്. അതുപോലെ തന്നെ പാർട്ട് 2 ഉണ്ടാവും നിങ്ങൾക്ക്. പാർട്ട് 2 ജനറൽ ഇംഗ്ലീഷ് ആണ്, 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 50 മാർക്കിനാണ് ചോദിക്കുക. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വെച്ച്. അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. അവിടെ നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ട മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. ബാക്കി എല്ലാത്തിനും 32 ആണെങ്കിൽ സോൾജിയർ ക്ലർക്സിനാണെങ്കിൽ 40 മാർക്കാണ് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടത്. ഓക്കെ,
അടുത്തതായിട്ട് നിങ്ങൾ ഈ ഫിസിക്കൽ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് മാത്രമാണ് ഫൈനൽ മെറിറ്റ് ടെസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഇത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ട്രേഡ് ടെസ്റ്റും ഒക്കെ പാസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഏജിന്റെ കാര്യം, അതുപോലെ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം, അതുപോലെ സിലബസ്, എല്ലാ കാര്യങ്ങളും വേക്കൻസീസിന്റെ എല്ലാം പറഞ്ഞു. അപ്പം ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നല്ലൊരു ചാൻസ് ആണ്. 18 മുതൽ 42 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.